3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു 3D വിഷ്വലൈസറോ 3D മാക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫയൽ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ എൻ്റെ ഇന്നത്തെ ടിപ്സ് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യാമറ, അതേപോലെ ലൈറ്റ് ടൂള്, ഈ രണ്ട് ടൂൾസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഹൈഡ് ചെയ്ത് വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഹാങ്ങിങ് തടയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് ടൂൾസ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാമെന്നത് നോക്കാം. അതിനാൽ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ 5ാമത്തെ ബട്ടൺ, അതായത് മോഡിഫൈൻ്റെ ബട്ടൺ കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് സ്ക്രീനിൽ തെളിഞ്ഞതായി കാണാം. അവിടെ ഹൈഡ് ബൈ കാറ്റഗറി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ടൂൾസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ലൈറ്റും ക്യാമറയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ലൈറ്റിൻ്റെ നേരെയും ക്യാമറയുടെ നേരെയും ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അത് ഹൈഡ് ആയതായി കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ടിക്ക് രണ്ടും ഒഴിവാക്കിയാൽ സ്ക്രീനിൽ പഴയ മാതിരി ക്യാമറയും ലൈറ്റുകളും ഓണായതായി തെളിഞ്ഞു വരുന്നതായി കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.